നമസ്കാരം. അക്ഷയ മലയാളിയിലെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ക്ഷേമ പദ്ധതികളും പുതിയ അറിയിപ്പുകളുമാണ് വിശദമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓരോ അറിയിപ്പുകളും ശ്രദ്ധാപൂർവം കേൾക്കുകയും ആവശ്യമായ സമയത്ത് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഏറ്റവും ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കർഷകർക്ക് വേണ്ടി ആരംഭിച്ച കേര പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന വലിയൊരു പദ്ധതിയാണിത്. ഏകദേശം 10 ലക്ഷത്തോളം കർഷകർക്ക് നേരിട്ട് പരോക്ഷമായും വിവിധ സഹായങ്ങൾ ലഭ്യമാകുന്നു. ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിച്ചേരുന്നു. പുനർകൃഷിക്കായി പ്രത്യേക ധനസഹായം ലഭിക്കുന്നു. റബ്ബർ കർഷകർക്കും ഏല കർഷകർക്കും പ്രത്യേകം പ്രോത്സാഹനങ്ങളും ലഭ്യമാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷമുള്ള കൃഷി പുനരുദ്ധാരണ സഹായവും ലഭ്യമാകുന്നു. കൃഷിയെ കൂടുതൽ സുസ്ഥിരമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായ കർഷകർ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉറപ്പാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ ഇവ വാങ്ങുന്ന ഗുണഭോക്താക്കൾ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 30-ാം തീയതി വരെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ നിങ്ങൾ ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. അസൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം കോപ്പി നൽകണം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിബന്ധന ബാധകമല്ല. മറ്റുള്ളവർക്ക് ഇത് നിർബന്ധമാണ്. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പക്ഷം ഏപ്രിൽ മുതൽ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലർ സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സമർപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ 30-ാം തീയതിക്ക് ശേഷം സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. ഉദ്യോഗസ്ഥർ കൂട്ടമായി പരിഗണിക്കുന്നതിനാൽ ഭയപ്പെടേണ്ടതില്ല. സമീപത്ത് 3 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവസാന തീയതി ജൂൺ 30 വരെയാണ്. എന്നാൽ വൈകാതെ സമർപ്പിക്കുക. ഒരിക്കൽ പോലും ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഇത്തവണ നിർബന്ധമായി നൽകണം. പെൻഷൻ തുക 2000 ലഭിക്കുന്നതിൽ തടസ്സം വരാതിരിക്കാനാണ് ഈ അറിയിപ്പ്. ശ്രദ്ധിക്കുക. അടുത്ത വാർത്താ അപ്ഡേറ്റ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് പ്രധാന അറിയിപ്പാണ്. സർക്കാർ താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര നിയമനങ്ങൾക്ക് വിവിധ ക്ഷേമ പദ്ധതികൾക്കും ഓഫർ ലെറ്ററുകൾ നൽകുന്നത് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിലൂടെയാണ്. 1995 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ കാർഡ് പുതുക്കാൻ കഴിയാതെ കാലാവധി കഴിഞ്ഞവർക്ക് പ്രത്യേകം പുതുക്കൽ അവസരം ലഭ്യമാണ്. നേരിട്ട് രജിസ്റ്റർ ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തി പുതുക്കണം. ഓൺലൈൻ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഡാറ്റ ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നേരിട്ടെത്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പുതുക്കുന്നതാണ് സുരക്ഷിതത്വം. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. അടുത്ത വാർത്ത അപ്ഡേറ്റ്. സംസ്ഥാനത്തെ വിധവകളുടെ മക്കൾക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് പടവുകൾ എന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ട്യൂഷൻ ഫീസ്, മെസ് ഫീസ്, സ്റ്റൈഫൻഡ്, മറ്റു പഠന സഹായങ്ങൾ ലഭ്യമാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് വിദ്യാർത്ഥി സംസ്ഥാനത്തിനുള്ളിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരായിരിക്കണം. വിധവയുടെ മകൻ അല്ലെങ്കിൽ മകളായിരിക്കണം. വലിയൊരു സാമ്പത്തിക സഹായമായതിനാൽ ഈ അവസരം പാഴാക്കരുത്. അപേക്ഷകൾ ഉടൻ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.